ഇന്ന് നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയിൽ വീണ്ടും ഒരു സ്റ്റണ്ട് റേസ് നടക്കാൻ പോവാ. മുന്നേ നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയിൽ സ്റ്റണ്ട് റേസ് ഒക്കെ നടന്നിട്ടുണ്ട്. അത് പക്ഷേ എയർപോർട്ടിന്റെ അവിടെയായിട്ടാ വന്നത്. ഞാൻ ആ സ്റ്റണ്ട് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിന്റെ വീഡിയോയും എന്റെ ചാനലിൽ ഇട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇന്ന് പിന്നെ ഈ കാണുന്ന ട്രാക്കിലാണ് സ്റ്റണ്ട് റേസ് നടക്കണേ. ഈ ട്രാക്ക് കണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നണില്ല. എനിക്ക് തോന്നണത് ഇത് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ റേസിൽ പിന്നെ ഷിൻചാനും പിൻചാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും കേട്ടാ. അവർക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഒന്ന് സംസാരിച്ച് നോക്കാം. ഇവിടത്തെ റൂൾസ് എന്താന്ന് അറിയാനാ. അതെ ഫ്രാങ്ക്ലിനെ, ഈ കാണുന്ന റേസില്ലേ, അതൊരു സിമ്പിൾ റേസാണ്. ഏത് പൊട്ടനും സുഖമായിട്ട് ജയിക്കാൻ പറ്റും. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കാറുകൾ കാണാൻ പറ്റും. നിനക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാർ സെലക്ട് ചെയ്യാം. ഒരിക്കൽ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതേ കാർ എടുക്കാൻ പറ്റില്ല. വേറെ കാർ എടുക്കേണ്ടി വരും. ഇത് പിന്നെ ചെറിയൊരു റേസാണ്. അതുകൊണ്ട് ചെക്ക് പോയിന്റ് ഒന്നും ഇല്ല. ഒരിക്കൽ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ കളി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ആ അത്രേ ഉള്ളോ. ഇതിലിപ്പോ ചെക്ക് പോയിന്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ റേസൊക്കെ സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അല്ല, ഈ റേസ് കംപ്ലീറ്റ് ആക്കിയ എനിക്ക് എന്തുകൂടെ കിട്ടുക? ഈ റേസ് ആരാണോ ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കണേ അവർക്ക് കിട്ടും $1 കോടി. $1 കോടി? ഓക്കെ, കുഴപ്പമില്ല. ഇത് പിന്നെ ചെറിയൊരു റേസ് അല്ലേ. 1 കോടിയൊക്കെ ധാരാളം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാണുന്ന റേസിലങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം ഞാനാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ. മിക്കവാറും ഷിൻചാനും പിൻചാനും ചാൻസ് കിട്ടില്ലേ. അതിന് മുന്നേ തന്നെ ഞാൻ ഈ റേസ് കംപ്ലീറ്റ് ആക്കും. എന്നിട്ട് ആ 1 കോടി ഞാൻ തന്നെ സ്വന്താക്കും. ഈ റേസിലിപ്പോ ആര് ജയിക്കും ആര് തോൽക്കുന്ന് നമുക്ക് അന്നേരം കാണാം. അണ്ണനിപ്പോ ഏതായാലും ഈ റേസ് ജയിക്കാൻ പോണമെന്നില്ലേ? എടാ ഷിൻചാനെ, ഈ റേസ് ഒന്ന് സ്റ്റാർട്ട് ആവട്ടെ. അതിന് മുന്നേ തന്നെ തീരുമാനിച്ച എങ്ങനെ ശരിയാവും? ഇവിടെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും ഈ കാണുന്ന ലംബോർഗിനെ സെലക്ട് ചെയ്തത്. ഈ വണ്ടി കുഴപ്പമില്ല, നൈസ് വണ്ടിയാ. ഇവിടെ പിന്നെ മുമ്പിൽ ഒരു ജമ്പ് വരുന്നുണ്ട്. ഓ, ചെറുതായിട്ട് സൈഡിലേക്ക് പോയി. ഇതെന്താ പറ്റിയേ? എൻ്റെ വണ്ടി ഇതവിടെ നൈസായിട്ട് കുടുങ്ങി. ഒരു മിനിറ്റ്, നമുക്കൊന്ന് ബാക്കിലേക്ക് എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് ബാക്കിലേക്ക് എടുത്തേക്കാണ്. ഇപ്പൊ തന്നെ വണ്ടിയുടെ പരിപ്പളകി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഈ വണ്ടി വെച്ചിട്ട് വേണം ഈ റേസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് പതുക്കെ മുന്നിലേക്ക് നീങ്ങാം. മുമ്പിൽ വേറൊരു ജമ്പ് വരുന്നുണ്ട്. അത് പെർഫെക്റ്റ് ആയാൽ മതി. ഇതെന്തത്? ഈ ബാനർ ആരാ ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കണ്? എൻ്റെ വണ്ടി അതുമ്പോൾ കൊണ്ട് ഇടിച്ചു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പിന്നെ മുമ്പിൽ വളവും തിരിവൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആർക്കാ പറ്റാത്തത്? എനിക്ക് തോന്നണില്ല ഷിൻചാനും പിൻചാനും ഒരു ചാൻസ് കിട്ടുന്നു. ഞാൻ അതിന് മുൻപ് തന്നെ ഈ റേസ് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, ഇവിടെ ഒരു ഇറക്കം വരുന്നുണ്ട്. ഇവിടെ നല്ല സ്പീഡിൽ കൊണ്ടുപോയിട്ട് ചാടിക്കാം. ലെറ്റ്സ് ഗോ. അതും കൂടി അങ്ങനെ ചാടിച്ചേക്കാണ്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഇതൊന്ന് പറ്റിയേ? വണ്ടി എവിടെ കൊണ്ട് ഇടിച്ചൂലോ. ആ, വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവല്ലേ, അതുകൊണ്ട് ഇടിച്ചതാവും. എടാ പിൻചാനെ, ഫ്രാങ്ക്ലിൻ അണ്ണൻ ഈ റേസ് ജയിക്കോ? നമുക്ക് ചാൻസ് കിട്ടില്ലെന്ന് തോന്നണേ. ഇല്ല ഷിൻചാനെ, എനിക്ക് തോന്നണില്ല. അണ്ണൻ മിക്കവാറും ഈ റേസ് തോൽക്കാനുള്ളതാ. എടാ പെൺച്ചാനെ, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ ഈ റേസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യും. ഇതിപ്പോൾ എന്താ പറ്റിയേ? വണ്ടി എവിടെ കൊണ്ട് ഇടിച്ചു? ഭാഗ്യം നിലത്തേക്ക് വീണില്ല. പിൻച്ചാന് നല്ല കരിനാക്കുണ്ട് കേട്ടാ. ഇവിടെ പിന്നെ ചെറിയൊരു ട്രാക്കും കൂടി വരുന്നുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ ഈ റേസ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ ആ 1 കോടിയില്ലേ, ഞാൻ സ്വന്താക്കാൻ പോവാ. ഓ, ഇതെന്താ ഈ വണ്ടി സ്ലിപ്പാണ്? ആ സീനില്ല, നമുക്ക് ഇത് വെച്ച് മുന്നോട്ട് നീങ്ങാം. ലെറ്റ്സ് ഗോ. ഞാനങ്ങനെ ഈ റേസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇതെന്താ പറ്റിയേ? ഞാൻ ഫിനിഷിലെത്തിയില്ല, നേരെ താഴ്ത്തേക്ക് പോയി. കുറച്ചുകൂടി സ്പീഡിൽ എടുക്കേണ്ടതായിരുന്നു. ഓക്കെ ഗൈസ്, അടുത്തത് എന്റെ ചാൻസ് ആണ് കേട്ടോ. ഫ്രാങ്ക്ലിൻ അണ്ണൻ ഈ റേസ് ജയിച്ചില്ല, ജസ്റ്റ് മിസ്സിനാണ് പോയത്. നമുക്കിപ്പോ ഏതായാലും ഈ റേസ് ജയിക്കാൻ നോക്കാം. ഇതിലിപ്പോ ഏത് വണ്ടി സെലക്ട് ചെയ്യുക? ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമുക്ക് ഈ കാണുന്ന വണ്ടി സെലക്ട് ചെയ്യാം. ഇത് മെക്ലാരനാ തോന്നുന്നുണ്ട്. വണ്ടി ഇപ്പോൾ ഏതെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് ഈ വണ്ടി വെച്ചിട്ട് റേസ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ നൈസായിട്ട് ചാടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി, നടു ഒടിഞ്ഞു. അത് കുഴപ്പമില്ല. ഇത് നമുക്ക് ഇവിടെ കൂടി വണ്ടി ചാടിക്കണം. ഇതാരെ ഈ ബാനർ ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കണത്? ഏത് നേരം പോയിട്ട് വണ്ടി ഇടിക്കുക. നേരത്തെ ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ വണ്ടിയും അവിടെ ഇടിച്ചു. വണ്ടിയുടെ ബാക്ക് ഏകദേശം പോയിട്ട് എഞ്ചിനൊക്കെ കാണാണ്ട്. ഇത് പിന്നെ വെല്ലോറിന്റെ വണ്ടിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെന്തത്? ഈ വണ്ടി നന്നായിട്ട് സ്ലിപ്പ് ആവുണ്ടല്ലോ. ഇതിന്റെ ടയറിന് ഒരു ഗ്രിപ്പൂല. ആ ബെസ്റ്റ്. ഷിൻചാൻ നല്ലൊരു വണ്ടിയാണ് സെലക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഷിൻചാൻ ഈ റേസിൽ ജയിക്കുമെന്ന്. ഒന്ന് പോയേ ഫ്രാങ്ക്ലിൻ അണ്ണ, ഈ റേസ് ഞാൻ തന്നെയാണ് ജയിക്കാൻ പോണേ. ഇതെന്താ പറ്റിയേ?
എന്റെ വണ്ടി ഇത് വീണ്ടും സ്ലിപ്പായി. ഷേ, ഇനിയിപ്പോ അടുത്തത് പിൻചാന്റെ ചാൻസാ. ഇനി ഈ പിൻചാൻ റേസ് ജയിക്കോ? നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അടുത്തത് എൻ്റെ ചാൻസ് ആണ് കേട്ടോ. ആ മണ്ടന്മാർക്ക് ഈ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത് എന്ത് സിമ്പിൾ റേസ് ആയിരുന്നു. ഞാനിപ്പോൾ ഏതായാലും ഈ റേസിൽ ജയിക്കും, അത് ഉറപ്പാ. നമുക്കിതിൽ ഏതെങ്കിലും ഒരു വണ്ടി സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഏത് വണ്ടി സെലക്ട് ചെയ്യാം? ഓക്കെ, നമുക്ക് ഈ കാണുന്ന വണ്ടി സെലക്ട് ചെയ്യാം. ഈ വണ്ടിയുടെ ടയർ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, നല്ല ഗ്രിപ്പ് ഉണ്ടാവും. നേരത്തെ പിന്നെ ഷിൻചാൻ ഒരു വണ്ടി സെലക്ട് ചെയ്തില്ലേ, ആ വണ്ടിയുടെ ടയറിന് തീരെ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ആ റേസിൽ തോറ്റേ. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും ഈ കാണുന്ന റേസ് ജയിക്കണം, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടും. അങ്ങനെ വരാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഒരു ജമ്പ് കഴിഞ്ഞേക്കാണ്, രണ്ടാമത്തെ ഒരു ജമ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്രാവശ്യം എൻ്റെ വണ്ടി ഇവിടെ ഇടിച്ചില്ല കേട്ടാ. നേരത്തെ പിന്നെ അമ്മമാരുടെ വണ്ടിയൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മമാർക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. എടാ പിൻചാനെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ്? നിനക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു തന്നത് ഞാനാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ഈ ഡയലോഗ് വേണ്ട. ഇത് നോക്കിക്കോ, നീ ഈ റേസിൽ ജയിക്കാൻ പോകണമെന്നില്ല. അതൊക്കെ നമുക്ക് അന്നേരം കാണാം. ഇവിടെ നമുക്ക് ചെറുതായിട്ട് സ്പീഡ് കൂട്ടാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഈ ജമ്പ് കൂടി അങ്ങനെ പെർഫെക്റ്റ് ആയിക്കാണ്. ഈ ഭാഗത്ത് വെച്ചിട്ട് ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ വണ്ടി ഇടിച്ചു. ആ വണ്ടിക്ക് പിന്നെ തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഈ ജമ്പും കൂടി കംപ്ലീറ്റ് ആയിക്കാണ്. അയ്യോ, ഇനിയിപ്പോ പിൻചാൻ ഈ റേസ് ജയിക്കോ? അങ്ങനെ വരാൻ പാടില്ലല്ലോ. നേരത്തെ പിൻചാൻ കാരണം ഞാൻ ഈ റേസിൽ തോറ്റേ, അവൻ്റെ ഒരു ഒടുക്കത്തെ കരുന്നാക്ക് കാരണം. ഫ്രാങ്ക്ലിൻ അണ്ണ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോൾ ഏതായാലും ഈ റേസ് അങ്ങ് ജയിച്ചു. ലെറ്റ്സ് ഗോ. ഇതിപ്പോൾ എന്താ പറ്റിയേ? ഞാൻ ഫിനിഷ് ലൈനിൽ എത്തിയില്ല. ഷേ, ജസ്റ്റ് മിസ്സാണ് പോയേ. എടാ പിൻചാനെ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നീ റേസിൽ ജയിക്കാനൊന്നും പോണില്ലെന്ന്. നേരത്തെ ഞാനും ലാസ്റ്റ് മൊമെന്റിലാണ് പോയേ, നീയും അങ്ങനെ പോയി. ഓക്കെ, നമുക്കങ്ങനെ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയേക്കാണ്. നമുക്ക് ഇപ്രാവശ്യം നല്ലൊരു വണ്ടി സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഏത് വണ്ടി സെലക്ട് ചെയ്യുക? നമുക്ക് ഈ കാണുന്ന വണ്ടി സെലക്ട് ചെയ്യാം. ഇത് വലിയ കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ. ഈ വണ്ടികൾക്ക് പിന്നെ ബൂസ്റ്റർ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. നേരത്തെ ബൂസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് അത് കംപ്ലീറ്റ് ആയേനെ. ഇതിപ്പോൾ എന്താ പറ്റിയേ? നേരത്തെ പറ്റിയ മണ്ടത്തരം തന്നെ വീണ്ടും സംഭവിച്ചു. എടാ ഷിൻചാനെ, പിൻചാനെ, നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ റേസ് ജയിക്കാൻ പോണില്ല. നേരത്തെ പിന്നെ എൻ്റെ വണ്ടിയുടെ സ്പീഡ് കുറവായിരുന്നു, അതുകൊണ്ട് അത് അടിയിലേക്ക് പോയേ. ഇപ്രാവശ്യം പിന്നെ ഞാൻ അടിയിലേക്ക് പോവില്ല, ഞാൻ നോക്കിയും കണ്ട് കളിച്ചോളാം. ഇതിപ്പോൾ എന്താ പറ്റിയേ? ഞാൻ അറിയാണ്ട് ബ്രേക്കിൻ്റെ പകരം ആക്സിലേറ്റർ കൊടുത്തു, വണ്ടി ഇത് വീണ്ടും അടിയിലേക്ക് പോയി. അതെ, നിങ്ങൾ നല്ല ആൾക്കാരാണ് കേട്ടാ. ഇത്ര സിമ്പിൾ റേസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഏത് പൊട്ടനും സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന റേസ് ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല ഞങ്ങളെ. ഈ റേസ് ഇപ്പോൾ ഏതായാലും ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പോണേ. അവന്മാർക്ക് മണ്ടത്തരം പറ്റിയെന്ന് കരുതിയിട്ട് ഞാനിനി അങ്ങനെ മണ്ടത്തരൊന്നും കാണിക്കില്ലേ. ഈ റേസ് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് ആ ഒരു കോടി ഞാൻ തന്നെ സ്വന്താക്കും. എടാ ഷിൻചാനെ, നീ ഇപ്പൊ തന്നെ ഇങ്ങനെ പറയല്ലേ. നീ ഇപ്പൊ തന്നെ ഒരു കോടി സ്വന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേസ് നീ ജയിക്കില്ല. നീ മിണ്ടാണ്ട് ആ റേസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്, എന്നിട്ട് ഒരു കോടിയുടെ കാര്യം സംസാരിക്കാം. ഓക്കെ, നേരത്തെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോയേ. നമുക്കിപ്പോൾ ഇവിടെ നോക്കിയും കണ്ട് വണ്ടി ഓടിക്കാം. ഇവിടെ പിന്നെ ഒരു ഇറക്കം വരുന്നുണ്ട്, ഇവിടെ നമുക്ക് സ്പീഡിൽ പോവാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ നൈസായിട്ട് ചാടിച്ചിട്ടുണ്ട്. നേരത്തെ ഫ്രാങ്ക്ലിൻ ഇവിടെ വെച്ചിട്ടാ പോയേ, അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കിയും കണ്ട് ഓടിക്കാം. ഇതെന്തത്? ഈ വണ്ടി എന്താ സ്പീഡിൽ പോവാത്ത? എടാ സ്പീഡിൽ പോടാ. ബെസ്റ്റ്. എൻ്റെ വണ്ടി നൈസായിട്ട് എന്നെ ചതിച്ചു. എടാ മണ്ട, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് കരുതിയിട്ട് എന്തിനാ വണ്ടിയുടെ കുറ്റപ്പെടുത്തണേ? ആ വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ഈ കാണുന്ന വണ്ടി സെലക്ട് ചെയ്യാം. ഈ വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ജമ്പ് വരുന്നുണ്ട്, അതങ്ങനെ നൈസായിട്ട് ചാടിച്ചിട്ടുണ്ട്. നടൊടിഞ്ഞു. കുഴപ്പമില്ല, എന്തുട്ടായാലും സ്മൂത്ത് ലാൻഡിങ്ങാ. എനിക്ക് പിന്നെ നേരത്തെ ഇവിടെ വെച്ചിട്ടാ മണ്ടത്തരം പറ്റിയേ. എന്താണാവോ, വണ്ടി നൈസായിട്ട് ഒന്ന് സൈഡിലേക്ക് പോയി. ഇപ്രാവശ്യം അങ്ങനെ സൈഡിലേക്ക് പോവാണ്ട് നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ചാടി അപ്പുറത്തേക്ക് എത്തേക്കാണ്. യെസ്, നമ്മളങ്ങനെ ഫൈനലി ഈ റേസ് കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പിൻചാൻ ഈ റേസ് കംപ്ലീറ്റ് ചെയ്താ? അണ്ണൻ എന്തൊട്ട് വിചാരിച്ചേ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നാ? എവിടെയാണ് എൻ്റെ ഒരു കോടി? എനിക്കിത് വേണം. ഓക്കെ ഗൈസ്, എനിക്കങ്ങനെ $1 കോടി കിട്ടേക്കാണ് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. എൻ്റെ അപ്പുറത്താണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.